പ്രത്യേകിച്ച് ബൈബിള് പല പ്രാവശ്യം വായിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അത് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണയും എനിക്കുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ ബൈബിള് വായിച്ചത് പഴയ നിയമമായിട്ടും പുതിയ നിയമമായിട്ടും പുസ്തകങ്ങളായിട്ടും വാചകങ്ങളായിട്ടുമൊക്കെയാണ്. പക്ഷേ ബൈബിള് ഇങ്ങനെ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ബൈബിൾ ഒരു പുസ്തകമാണ് എന്ന് എനിക്ക് കുറച്ചുകൂടി ബോധ്യമായത്. കാരണം അതുവരെയും ബൈബിളിലുള്ള പുസ്തകങ്ങളെയൊക്കെ നമ്മൾ അതിൻ്റെ ചരിത്ര സാങ്കത്യമനുസരിച്ചൊക്കെ വേർതിരിച്ച് കാണുകയും ഓരോന്നിനെയും ഓരോ വിധത്തിൽ അതിൻ്റെ സന്ദേശങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ ബൈബിളിന് ഒരു സന്ദേശമേ ഉള്ളൂ എന്ന് അച്ഛൻ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. അതായത് നമ്മൾ ഈ ബൈബിൾ വായനാ പദ്ധതിയിൽ മുന്നോട്ട് നീങ്ങുന്ന സമയത്ത്, വായിക്കുന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം എന്തെന്ന് വെച്ചാൽ, ഞാൻ മുമ്പ് ഒരിക്കലും എനിക്ക് ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് ഒരു വികാരാധീനത ഉണ്ടായിട്ടില്ല. എനിക്ക് പലപ്പോഴും പല ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യേണ്ട വരുന്നുണ്ട്. കാരണം ഞാൻ അറിയാതെ കരഞ്ഞു പോവാണ്. നമ്മുടെ എൻഡിൽ നിന്ന് നമ്മൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ബൈബിളിലെ സംഭവങ്ങൾ നമ്മൾ ആദ്യമായിട്ടാണ് ആ സംഭവങ്ങളുടെ ഭാഗമായി നമ്മളെ കണ്ട് വായിക്കുന്നത്. മറ്റേത് നമ്മൾ വേറെ ഏതോ ലോകത്ത് നടന്ന ഒരു സംഭവം നമ്മൾ വായിക്കുന്നു, മനസ്സിലാക്കുന്നു. പക്ഷെ അതിനപ്പുറത്ത് നമ്മൾ ആ വായനക്കാരായ നമ്മളതിൻ്റെ ഭാഗമായിട്ട് വായിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്.